Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. കരക്കാരൊക്കെ രണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? വടക്കേക്കര തെക്കേക്കര. പ്രസന്റ് ടീച്ചർ. ഓ എന്നെ ടീച്ചറാക്കി കളഞ്ഞു. അർജുൻ, യു ആർ ബീങ് എ സ്മാർട്ട് ബോയ് താങ്ക് യു എന്ന് ഞാനിപ്പോ പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ വെട്ടാം അല്ലേ അഖിലേ? അതല്ലേ നല്ലത്? ഇപ്പൊ അല്ല, വളരട്ടെ അതാണ്. സോറി അഖിലല്ലേ. അവന്റെ ഉള്ളിലുള്ള വെളി ഒന്നുണ്ടാ വളരട്ടെ വെട്ടാം. കഴിഞ്ഞ എപ്പിസോഡ് പാട്ട് പാടിയപ്പം അവന്റെ മുഖം ഇരുന്നായിരുന്നു. മഞ്ഞു പോലെ വാഴുമ്പോഴേ ഉള്ളില് കല്ലാണ്. എനിക്ക് കാണാത്. അവന്റെ മനസ്സിൽ കേട്ടത് അങ്ങനെയാണ്, കല്ല് പോലെ. മുത്തയ്യ മുരളീധരൻ പോലും ഇങ്ങനെ കുത്തിത്തിരിക്കും. പേര് മാറ്റണം. ലോകത്തിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുകളാണ്. പിന്നെ ഉള്ളല്ലേ സത്യം. ആ കണ്ണ് തുടച്ചിട്ട് പറ. അഖിൽ, അവിടെ ഇരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഒരു കുത്തിത്തിരിപ്പുണ്ട്, ഒന്നുമില്ലാത്ത ഒരാളുണ്ട്. ആകെ കഴിവുള്ള എനിക്കൊന്ന് അർജുൻ മാത്രമേ ഉള്ളൂ. പിന്നെ പാടി അങ്ങനെ ഒന്ന് നിൽക്കുന്നുണ്ട് അല്ലെ? അല്ല, 3 സീറ്റിലേ വെറുതെ ആൾക്കാർ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ്. പ്രമാണി, എന്താണ് പ്രമാണിയുടെ അഭിപ്രായം? പറഞ്ഞതെല്ലാം സത്യം. ലെറ്റ് ഇറ്റ് ഗോ ഓൺ. ഷോ മസ്റ്റ് ഗോ ഓൺ എന്നാണോ ഉദ്ദേശിക്കുന്നത്? മണി ചേച്ചി എന്തെങ്കിലും പറ. മണി ചേച്ചി ഇപ്പൊ ഇളകാൻ റെഡിയല്ല. ശരിക്കും മണി അടിക്കുന്ന ഏതൊരു സിറ്റുവേഷനിലാണ്? നമ്മൾ ഭയങ്കരമായിട്ട് അലമ്പാവുമ്പോഴാണോ അതോ കൗണ്ടേഴ്സ് കൂടുമ്പോഴാണോ? എങ്ങനെയായിരിക്കും? കൗണ്ടേഴ്സ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അലമ്പിന്റെ ആ വേറെ മൂർധന്യ അവസ്ഥയിൽ എത്തുമ്പോ ഈ മണി അറിയാതെ എന്റെ കയ്യിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ മണി അടിച്ച പക്ഷെ അതെടുത്ത് ചെറുക്കരുത്. അതുണ്ടാവും. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ. എല്ലാരും ചിരിച്ചു കഴിഞ്ഞെങ്കിലേ നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനെയും കൂടെ സ്വാഗതം ചെയ്യണ്ടേ? ഹായ് ഗേൾസ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇവര് മലപ്പുറം ജില്ലയിൽ നിന്നുമാണ് വരുന്നത്, പൊന്നാനി, കറക്റ്റ് അല്ലേ? ആൻഡ് ഭദ്ര സ്കൂൾ ഓഫ് ആർട്സ് എന്നാണ് നിങ്ങളുടെ സ്കൂളിന്റെ പേര്. അതിന്റെ മാസ്റ്റർ മിഥുൻ ഉണ്ട്. ഹായ് മിഥുൻ. ഹായ്. അയ്യോടാ, ഇത്ര പാവമായിരുന്നോ മിഥുൻ? മിഥുൻ ഡാൻസ് ഫോം മാത്രമാണോ അതോ നമ്മുടെ ഭദ്ര സ്കൂൾ ഓഫ് ആർട്സിൽ വേറെ എന്തൊക്കെ പെർഫോമൻസുകളുണ്ട്? ആർട്ട് ഫോംസ് ഏതൊക്കെയുണ്ട്? ആർട്ട് ഫോംസ് മെയിൻ ആയിട്ട് ഇപ്പോ ഫോക്കസ് ചെയ്യുന്നത് വെസ്റ്റേൺ ആണ്. ആഹാ. പക്ഷെ കൂടുതലായിട്ട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് ക്ലാസിക്കലാണ്. ആണ്. ഇവരെല്ലാം ക്ലാസിക്കൽ ട്രെയിനർ ഡാൻസേഴ്സ് ആണ്. ഓ, കൂടുതൽ സ്റ്റുഡൻസ് ഒന്നുമില്ല. ഞാൻ വരാതിരിക്കാൻ വേണ്ടി നോണ പറയുക. എന്നാലും ഇവിടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണണം. അതിന് സമയമായിട്ടില്ല. അതിനു മുമ്പ് നമുക്ക് കോമഡി മാസ്റ്റേഴ്സിന്റെ ശരി ആ ലോകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടും ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ ചോദിച്ചാൽ വാഴ 2. അത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ വാഴ 2ന്റെ ഒരു ചെറിയ സംഭവം നമുക്ക് ഇവിടെ നമ്മുടെ വേദിയിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാം കൂടെ കോർത്തടിക്കുക, ഒരു വാഴ 2ന്റെ രംഗങ്ങളൊക്കെ കോർത്തടിക്കൊണ്ട് അങ്ങനെ എന്തായാലും ഒരുപാട് എന്തോ ഫ്ലോറിൽ കാണാം. ഫ്ലോറിലും വാഴ, അവിടെയും വാഴ. എന്ത് ചെയ്യാൻ, ഒരുപാട് വാഴകൾ ഇവിടെ ഉണ്ട്. ശരി, മെയിൻ വാഴ ഇരിക്കുന്ന പച്ച ഉടുപ്പൊക്കെ വാഴ ഗുണമുള്ള സാധനമാണ്. 100 കോടി ക്ലബിൽ കയറിയതാണ് വാഴ. കിഴക്കല്ലോ, അത് കൊലച്ച വാഴ, ഇത് നശിച്ച വാഴ. ഈ കാച്ചില്ലേ കാല് വിളിച്ചു. മണി അടിച്ചു. ഇനി നമുക്ക് ഇവിടെ കാണാം സ്കിറ്റ്. ഇപ്പൊ ഇവിടെ വരണുണ്ടോ ഇല്ലേ? നീ ഇവിടെ നിന്നാ 2 അടിയിൽ തീരും. പഠിക്കണം, പറഞ്ഞ മനസ്സിലായ? പഠിക്കാൻ വിട്ട പഠിക്കണം. അതിനാണ് നിന്നെ സ്കൂളിൽ വിടുന്നത്. അവൻ മാർഗം വാങ്ങിച്ചോണ്ട് വന്നേക്കണ്. അവന്റെ മാർക്ക്. ചേച്ചി എത്ര മാർക്ക്? അവന്റെ മാർക്ക് പറയണേക്കാളും നല്ലത് എന്റെ ഫോൺ നമ്പർ പറയണതാണ്. 974 ബാക്കിയോട് പറയച്ചേ. 3 വിഷയത്തിൽ ബ്രാഞ്ച് നമ്പർ അല്ലേ? 111111. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ സാഗറെ? നീ ഇവിടെ വീട്ടിലിരുന്ന് മര്യാദക്ക് പഠിക്കണല്ലേടാ? നിനക്ക് പിന്നെ എക്സാം ഹാളിൽ ചെല്ലുമ്പോ പ്രശ്നം തോന്നുന്നു? എക്സാം ഹാളിൽ ചെല്ലുമ്പോ ടെൻഷനാണ്. പരീക്ഷ എഴുതാൻ വേണ്ടി തുണ്ട് ഞാൻ ഒളിപ്പിച്ചു വെച്ചേക്കല്ലേ, സാറ് പിടിക്കുമോ ടെൻഷനാണ്. അതുകൊണ്ട് തുണ്ട് വെച്ചാണ് പരീക്ഷ എഴുതുന്നത്? മര്യാദക്ക് പഠിച്ച് പരീക്ഷ എഴുതിക്കൊള്ളണം. പറഞ്ഞ മനസ്സിലായ? ഒരെണ്ണം ഉണ്ടാക്കിയിട്ടേക്കണ് ഒന്നിനെ. എന്തൊരു കഷ്ടം നോക്കി. എന്റെ സ്വപ്നം മുഴുവൻ തകർത്ത് ചേർന്നു. അങ്ങനെ സംസാരിക്കില്ലേ. എന്റെ സ്വപ്നം അമ്മയാണ് തകർത്തത്. വെളുപ്പങ്ങനത്തെ നല്ല സ്വപ്നം കണ്ട് കിടന്നു തുടങ്ങുമ്പോ അമ്മ ഉറക്കത്തിൽ വിളിച്ചെടുപ്പിച്ചിട്ട് അമ്മല്ലേ, അമ്മ എന്റെ സ്വപ്നം നശിപ്പിച്ചത്. നീ എന്റെ കാര്യം വിടറാ. നീ നിന്റെ അച്ഛനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാ? അങ്ങനെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ പഠിപ്പിക്കണേന്ന്? അച്ഛന്റെ കാര്യം ആലോചിച്ചു. അച്ഛനോട് പോയി. നിന്റെ മാർക്ക് കേട്ടപ്പോ എങ്ങോട്ടാ ഇറങ്ങിപ്പോയി. തിരിച്ചു വരുമ്പോ സാഗറെ എങ്ങനെ കിട്ടും, എവിടെ നിന്ന് കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. കിട്ടണതൊക്കെ നീ വാങ്ങിച്ചോളണം. അച്ഛനോട് തല്ലെന്ന് എനിക്കൊന്നും പറയാൻ
അച്ഛാ എന്നെ തല്ലല്ലേ അച്ഛാ, എന്നെ തല്ലല്ലേ അച്ഛാ, അച്ഛാ തല്ലല്ലേ പ്ലീസ് അച്ഛാ, തല്ലല്ലേ അച്ഛാ പ്ലീസ്. അടിക്കൂല, നിന്റെ ദേഹത്തെ ഞാൻ കൈവയ്ക്കൂല. അതെന്താ ഏട്ടാ? കൊട്ടേഷൻ അതാകുമ്പോ കയ്യോ കാലോ അപ്പൊ ഞാൻ പരീക്ഷ എഴുതണ്ടേ? എന്താ പഠിക്കണത്? പാച്ചാൻ മോണി പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിൽ ചെന്നപ്പോ സാർ പറഞ്ഞറിയാമോ, വട്ട 0 മാർക്ക്, 3 ഉപ്പിട്ട നാരങ്ങളും ഞാൻ കുടിച്ചറിയാമോ? സാർ മുമ്പ് ഇരുന്നോണ്ട് എന്റെ പഠിത്തം മലയാളം കണക്കെഴുതി വെച്ചിരിക്കുന്നു. കണക്കിന് കണക്ക അവന്റെ പഠിത്തം ഇങ്ങോട്ട് നോക്ക്. കാര്യം അയ്യോ ഇതാണ് എന്റെ മകൻ. അപ്പൊ ഞാൻ അച്ഛാ നീ വാഴ, പഠിക്കാത്തവൻ വാഴ. ഇതാണ് എന്റെ മകൻ. എനിക്ക് ഈ വാഴ പഴം തരും. ഈ പഴം എന്ത് തരും? എന്ത് തരും? ഒരു വാഴത്തൈ പോലും തരൂലേ. പഠിക്കാൻ നടക്കണമേ, പഠിക്കാൻ. എന്നാലും നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് ചേട്ടാ. നമുക്ക് അവൻ പഠിക്കും ചേട്ടാ. എവിടെ പഠിക്കുമെന്നാണ് പറയണത്? കൊണ്ടോടാ, വരാൻ വിട്ട്. പഠിക്കോടാ നീ, പഠിക്കും പഠിക്കോടാ നീ, പഠിക്കും പഠിക്കോടാ നീ, പഠിക്കും പഠിക്കോടാ നീ, പഠിക്കോടാ നീ. ഒരു വാഴ എന്തൊക്കെ തരുന്നടാ? വാഴ നല്ല ആർട്ടിസ്റ്റ് തരും. വാഴ സിനിമയല്ലേ ചോദിച്ചത്? ഒരു വാഴ എന്ത് തരുമെന്നാണ് ചോദിച്ചത്. നിനക്ക് അതുപോലെ ഓർത്തില്ല, നിന്നെ ഓടിച്ചോണ്ടല്ലോ. നല്ല നല്ല എന്തോടാ കാണിക്കണേ? എന്തോടാ കാണിക്കണേ നീ? അച്ഛൻ തന്നെയാണോ അത്? അച്ഛൻ തന്നെയാണോ അത്? അടിക്കാൻ കൈ വാങ്ങിയിരിക്കണ്. ഇവളാണ് കല കൊടുക്കുന്ന പാലില് ഹോർലിക്സും ബൂസ്റ്റും. ഞാൻ ചിക്കൻ മാറ്റി കൊടുക്കും കടിച്ച് വലിക്കാൻ വേണ്ടി. അത് വലിച്ചോണ്ട് ഓങ്ങിയാണ്ട് അടിക്കേ. അച്ഛൻ ഞാനേ സോറി പറയാൻ വേണ്ടി വന്ന അച്ഛൻ, സോറി പറയാൻ വന്ന, അടിക്കാൻ വന്നല്ല. ഞാൻ ചത്ത ഇവനാണ് ഉത്തരവാദി. എനിക്ക് ഇവനെ കൊണ്ട് ഒരു ഗുണമില്ല. വല്ല വർക്ക്ഷോപ്പിൽ പോടാം, വല്ല വർക്ക്ഷോപ്പിൽ പോ. എന്തിനാ അവരുടെ ജോലി കൂടെ കളയാനാ? എന്നോട് സംസാരിക്കരുത്. ഞാൻ ഈ വാഴ ഇവിടുന്ന് വാഴ തുടരുത് നീ. ഈ വാഴ വേണ്ട. എന്റെ പേര് വാഴ. ഈ വാഴ തൊട്ട് അടിച്ച് നിന്നുണ്ട് ഞാൻ അടിക്കോ? അന്ന് വാഴ ഞാൻ പറിച്ചോ. വാഴ വെട്ടിയത് കയ്യാൻ വിട്ടു. സംസാരിക്കരുത്. എന്റെ പേര് വാഴ കിട്ട്. നിങ്ങൾ അച്ഛൻ ഒരുത്തിനും വേണ്ട, ഒരുത്തിനും വേണ്ട. ഇതാരുടെ നൃത്തം കളിച്ചോണെന്നത്? അല്ലല്ല, ഞാൻ വിദ്യാധരൻ മാഷ്, നിങ്ങളുടെ പുതിയ അയൽവാസി. നിങ്ങളുടെ പുതിയ അയൽവാസി വിദ്യാധരൻ മാഷ്. ഇവിടെ എന്ത് കാര്യം ചോദിച്ചത്? ഓ, രാവിലെ തൊട്ട് എന്തോ ഒരു ബഹളം, ഇവിടെ എന്തോ ഒരു ബഹളം. മനുഷ്യന്റെ തലവേദന എടുക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്ക് ജീവിക്കട്ടെ. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഒരു പ്രോഗ്രസ് കാർഡിന്റെ പ്രശ്നം. ഒരു പ്രോഗ്രസ് കാർഡാണ് ഇത്രയും വലിയ പ്രശ്നം. ആരുടെ പ്രോഗ്രസ് കാർഡ്? പോന്റെ. എന്നിട്ട് നിങ്ങളുടെ മകൻ എവിടെ? ദാണ്ടെ. ഞാനാണ്. ഇത് നിങ്ങളുടെ മോനാ? ഞാൻ വിചാരിച്ച് കൊറിയർ കൊണ്ടുവന്ന മാമനെന്ന്. അമ്മ പറയുന്നത് കേട്ടമ്മ, പറയുന്നത് കേട്ടമ്മ. അത് വേറൊന്നുമല്ല. അവനെ തോറ്റാണ് പഠിച്ചത്. ഇപ്പൊ 10ാം ക്ലാസ്സിലായതേ ഉള്ളൂ. അയ്യോ, എങ്കിലും ഒന്ന് ജയിക്കണം, അത്രേ ഉള്ളൂ. ജയിക്കണം. അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കൊച്ചു കുട്ടികളല്ലേ, അവര് കളിക്കേണ്ട പ്രായമല്ലേ. അതിനിങ്ങനെ നിങ്ങളൊരു കാര്യം, ഒരു കുട്ടിയെ എപ്പോഴും പഠിച്ചില്ല എന്ന് പറഞ്ഞ് പ്രോഗ്രസ് കാർഡ് അല്പം മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞു ഉടനെ കമ്പ് എടുത്തോണ്ട് പിറകെ ഓടുകയല്ല വേണ്ടത്. അവന്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. മാനസികാവസ്ഥ അടിച്ചു പഠിപ്പിക്കണം, അടിച്ച്. അടിയല്ല ഒന്നിനും ഒരു പരിഹാരം കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഈ അച്ഛനെ അടിക്കും, അച്ഛനടിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം. ആ കടന്ന് പറമ്പില്ലേ, അവിടെ ഞാൻ കളിക്കാൻ പോയ അച്ഛൻ അപ്പ അടിക്കും. അച്ഛൻ ആ പറമ്പിൽ ഈ കുട്ടി കളിക്കാൻ പോകുമ്പോൾ ഈ മനുഷ്യൻ അടിക്കുന്നു. നിങ്ങളൊരു പിതാവാണ്, നിങ്ങളൊരു കൊച്ചു കുട്ടിയുടെ പിതാവാണോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കുട്ടികൾ എപ്പോഴും പുസ്തകം എടുത്തോണ്ട് വീട്ടിനകത്തിരുന്ന് കുണുകുണുകുണാ പഠിച്ചാൽ മാത്രം പോരാ. അവർ പുറത്തിറങ്ങി കളിക്കണം, അവരുടെ സർഗവാസനകൾ ഉണരണം. അപ്പൊ എങ്കിലേ അവരെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വർക്കാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ആ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയതിന് നിങ്ങൾ എന്തിനീ കുട്ടിയെ അടിച്ചോ? എന്തിനടിച്ചെന്നാ? അവിടെ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നപ്പോ ഇവന്റെ ഗോൾ പോസ്റ്റിൽ ചാരി ഇരുന്ന് മൊബൈലിൽ ഗെയിം കളിച്ചത്. അത് മാത്രല്ല, ഈ അച്ഛനല്ലേ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കൂല. ഞങ്ങളുടെ വീട്ടിലൊരു കിണറുണ്ട്, പായൽ പിടിച്ച കിണർ. ആ കിണറൊന്ന് ക്ലീൻ ചെയ്തേന് അച്ഛനെ തല്ലി. ഈ വീട്ടിൽ പായൽ പിടിച്ചിരുന്ന കിണർ ഈ കുട്ടി വൃത്തിയാക്കിയപ്പോൾ നിങ്ങൾ തല്ലി. നിങ്ങൾ മനസ്സിലാക്കണം, അവന്റെ പരിസ്ഥിതി ബോധമാണത്. ഒരു വീട്ടിലെ കിണർ വൃത്തിയായാൽ ആ വീട്ടിലെ കുടിവെള്ളം നന്നാവും, ആരോഗ്യം നന്നാവും. ഈ കിണർ വൃത്തിയാക്കിയതിന് നിങ്ങൾ എന്തിനു തല്ലി?
ഒരു ബക്കറ്റ് പെയിന്റ് ആണ് കിണറിൽ ഒഴിച്ചത് അവൻ. എന്തിനാടാ പെയിന്റ് കളക്കി ഒഴിച്ചത്? കേട്ടിട്ടില്ലേ? പയലേ വിട പൂപ്പലേ വിട എന്നേക്കും വിടാം. പാട്ട്. അപ്പൊ എങ്ങനെ പോവല്ലേ? പരിസ്ഥിതി ബോധം പോവല്ലേ? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോവല്ലേ? അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 10,000 വിദ്യാർത്ഥികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത ഒരു മാതൃക അധ്യാപകനാണ് ഈ വിദ്യാധരൻ മാഷ്. ഈ വിദ്യാധരൻ മാഷ് അങ്ങനെയൊന്നും പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല. ഇവനെ ഞാൻ നന്നാക്കി എടുത്തിരിക്കും. നിങ്ങൾ നോക്കിക്കോ. അവന്റെ മനസ്സിൽ അവന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വാ. എന്താ അങ്കിള്? മോനെ, നിന്റെ പ്രശ്നം എന്താണ്? ഞാൻ എല്ലാ പരീക്ഷക്കും തോക്കണങ്ങള്. എടാ, തോൽവിയിലൂടെയാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. അല്ല, പാഠങ്ങൾ പഠിക്കാതെ വരുമ്പോൾ തോൽവിയാണത്. അങ്കിള്, ഞാൻ പറഞ്ഞു വന്ന അതല്ല. മോന് പഠിക്കുന്നതിൽ ഏത് വിഷയമാണ് പാട്? അതായത് നമ്മൾ നിങ്ങളെ വര വരച്ചിട്ടില്ലേ, കുറച്ച് ചിഹ്നങ്ങളൊക്കെ തൂക്കിയിടൂല്ലേ, സീരിയൽ ബൾബൊക്കെ പോലത്തെ ചിഹ്നങ്ങൾ തൂക്കിയിടുന്നത്, അത് ഭയങ്കര പാടാണ്, എനിക്ക് ടഫാണത്. അല്ല, ഈ വര വരച്ചിട്ട് സീരിയൽ ബൾബ് തൂക്കിയിടുന്നത് ഹിന്ദി എന്ന് പറയും. അത് ഭയങ്കര ടഫാണ്. അത് പറഞ്ഞുകൂടാ നിനക്ക്? അവന് ഹിന്ദി പറഞ്ഞിട്ട് തൂക്കിയിട്ടിക്കണം. എന്റെ അകത്ത് ഒരു വര വരച്ചിട്ട് തൂക്കിയിട്ടിക്കണം. നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ കമ്പ് എടുത്തോണ്ട് കിടന്ന് കാണിക്കല്ലേ. ഞാൻ ചോദിച്ച മനസ്സിലാക്കട്ടെ, അവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കട്ടെ. മോനെ, ഹിന്ദി എവിടെ നിക്കട്ടെ, നിന്നോട്ടെ, എവിടെ കിടന്നോട്ടെ, ഞാൻ ഒന്നും ചെയ്യില്ല. സംഭവം നമ്മൾ 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകണമെങ്കിൽ നമ്മൾ കണക്ക് പഠിക്കണം. കണക്ക് പഠിച്ചെങ്കിൽ മാത്രമേ 10ാം ക്ലാസ് പരീക്ഷ നമുക്ക് പാസ്സാവാൻ പറ്റും. മനസ്സിലാകണം. അപ്പോ എക്സിന്റെ വില എത്രയാണ്? 399 രൂപ. 399 രൂപ. മൊബൈൽ ചാർജ് ചെയ്യാൻ. മൊബൈൽ എന്തിനു ചാർജ് ചെയ്യണം? നല്ല മറ്റേ ഇത് കാണാൻ പറ്റുള്ളൂ. എടാ സാമദ്രോഹി, എടാ ഞാൻ അതല്ല ചോദിച്ചത്. എക്സിന്റെ വില എത്ര? ഓ, അങ്ങനെ പറയണ്ടേ. 1399. 1399. അത് എന്റെ എക്സ് ലവറിന് മേടിച്ചു സാധനത്തിന്റെ പൈസയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എടാ, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന് മറുപടി പറയാൻ നിൽക്കുക. അത് ചിന്തിക്കണം ആദ്യം, കേട്ടോ. ആദ്യം ചിന്തിക്കണം. ചിന്തിച്ചിട്ട് മറുപടി പറയാം, കേട്ടോ. ഒന്നും അല്ലെങ്കിലേ ഞാനേ വിദ്യാധരം പക്ഷെ 10,000 പിള്ളേരെ ഞാൻ വിദ്യാഭ്യസിച്ചുള്ള ഒരു മാറ്റാണ്. ഞാൻ അറിയാമോ, എന്റെ ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടികളെ വരെ പഠിപ്പിച്ച് ഉന്നത നിലയിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അവരെല്ലാം ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ പൗഡറും സോപ്പും ബദാമും ഒക്കെ കൊണ്ടുവരും. ഞാൻ നിന്ന് തിന്നുകയും ചെയ്യും. ആ വിദ്യാധരം മാഷ് പറയുന്നു, ഒരാഴ്ച സമയത്തിനുള്ളിൽ നിന്നെ ഞാൻ പഠിപ്പിച്ചെടുത്തിരിക്കുക. അറിയാമോ? ഒരാഴ്ച സമയത്തിനുള്ളിൽ ഇവനെ ഞാൻ പഠിപ്പിച്ച് റെഡിയാക്കി തരും. നിങ്ങൾ ഇവന്റെ ഫ്ലെക്സ് അടിക്കാൻ തയ്യാറായിട്ടിരുന്നു. 10ാം ക്ലാസ് ഇവൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവും. പാസ് ക്ലാസ്സോടെ ഇല്ലടാ, പാസ്സാവില്ലടാ. നീ പാസ്സാവും. ഞാൻ പാസ്സാവും. പാടാ, പാസ്സാവില്ലടാ. എന്റെ ചരമ ഫ്ലക്സ് അടിക്കാൻ പറഞ്ഞു. എടാ നിന്ന വാ, നീ വാ വരട്ടെ. വാടാ. നന്നാവൂല, ഒരു കാര്യമില്ല, നന്നാവാൻ പോണില്ല. നിങ്ങൾ എന്തിനാ എപ്പോഴും അവൻ നന്നാവൂല നന്നാവൂല എന്ന് പറയണത്? എപ്പോഴും അങ്ങനെ ഒന്നല്ല അവന്റെ അടുത്ത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒന്നുകിൽ തന്തയ്ക്ക് ബുദ്ധി വേണം, അല്ലെങ്കിൽ തള്ളയ്ക്ക് ബുദ്ധി വേണം. ഇത് രണ്ടുപേർക്കും ഇല്ല. മോന് വേണോന്ന് പറഞ്ഞാ ഒരു ന്യായം വേണ്ടേ പറയണതിന്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോന്ന് പറയട്ട്? എന്റെ മോനാണെന്ന് എനിക്കറിയാം. ആ പിന്നെ അലക്ഷരം പഠിച്ച നമ്മക്കല്ലേ എന്റെ ഗുണം. വേറൊന്നുമല്ല, ഞാൻ വല്ല പറഞ്ഞ് പിണങ്ങി പോയാലേ ബസിന്റെ ബോർഡെങ്കിലും വായിക്കാൻ അറിയണ്ടേ. മാന്നാറ് പോണം ബസ്സിൽ കയറി മൂന്നാറ് പോയാ എന്തായിരിക്കും അവസ്ഥ? അയ്യോ, എന്തൊരവസ്ഥ! ഒരു കുഴപ്പമില്ല. മാന്നാറിനേക്കാളും നല്ലത് മൂന്നാറാണ്. അവിടെ ആകുമ്പോ മലയുണ്ട്, കുന്നുണ്ട്, നിറച്ച് തേയിലത്തോട്ടമുണ്ട്, നല്ല തണുപ്പുമാണ്. അടിപൊളി സ്ഥലം. ഒരാളും കൊണ്ട് കൊണ്ടോ. പത്താം ക്ലാസ് ജയിക്കാത്തൊരു മോനും ഒരു തള്ളയും വന്നു. ഓ, വിദ്യാധരൻ മാഷ് രക്ഷപ്പെടൂല്ലേ എന്റെ മോൻ? എന്റെ മോൻ രക്ഷപ്പെടൂല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞേ? അത് പിന്നെ പഠിക്കാത്തോണ്ട് നിങ്ങൾ എന്താ നിങ്ങളുടെ മകനെ കുറിച്ച് പറഞ്ഞത്? അത് വാഴാന്നൊക്കെ വാഴാന്ന് എന്ത് കേട്ടില്ല, ഉറക്കെ പറ. വാഴാന്ന് പറഞ്ഞു. അവൻ വെറും വാഴയല്ല, അവനാണ് മരവാഴ. പഠിക്കൂലെന്നാ എന്റെ പൊന്നെ. ഇതുപോലൊരു മണ്ടൻ ചെറുക്കന എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്ത്?
ഫിസിക്സിന്റെ ബുക്ക് എടുക്കാൻ പറഞ്ഞാൽ അവൻ എക്സസൈസ് ചെയ്യും. കെമിസ്ട്രി പഠിക്കാൻ പറഞ്ഞാൽ അവൻ ജോമെട്രി ബോക്സ് എടുക്കും. എല്ലാം പോട്ട്. ഇലക്ട്രിസിറ്റിയുടെ പിതാവ് ആരെന്ന് നോക്കിയപ്പോ ലൈൻമാൻ എന്ന്. കൂട്ടാറിയില്ല, കുറക്കാറിയില്ല, എങ്ങനെയെങ്കിലും കണക്ക് പഠിക്കട്ടെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു രാമുവിന്റെ കയ്യിൽ ഒരു 5 തേങ്ങയുണ്ട്, ദിനേശന്റെ കയ്യിൽ ഒരു 10 തേങ്ങയുണ്ട്. രാമുവിന്റെ കയ്യിൽ 3 തേങ്ങ ദിനേശന് കൊടുത്തു കഴിഞ്ഞാൽ രാമുവിന്റെ കയ്യിൽ പിന്നെ എത്ര തേങ്ങയെന്ന് ഞാൻ ചോദിച്ചപ്പോ അവൻ പറയുവാ, രാമുവിന്റെ തേങ്ങ എണ്ണാനല്ല ഞാൻ ഇവിടെ വന്നത്, പഠിക്കാൻ വന്നതാണെന്ന്. സാറിന് അത്ര നിർബന്ധമാണെങ്കിൽ സാറ് പോയി രാമുവിന്റെ തേങ്ങ എണ്ണ. ഈ വിദ്യാധരൻ മാഷിന് പോയി രാമുവിന്റെ തേങ്ങ എണ്ണാൻ പോണേ നിങ്ങളെ മകനെ കാരണം. ഇതുപോലൊരു മണ്ട ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ലേ എന്റെ പൊന്നേതോ. ഇതാണ് കറക്റ്റ് മരവാഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മരവാഴ ചെറുക്കൻ. അതാണ് ഞാൻ പറയാം, ചെറുക്കനെ കൊണ്ടേ പഠിക്കാൻ പറ്റൂല, അവൻ ബുദ്ധി കുറവാണ്, മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ച പണി പറയേണ്ടത് ഇത് പാരമ്പര്യമാണോ? പാരമ്പര്യം എന്റെ ഒന്നും കിട്ടില്ല, അവളെ ഒന്നും കിട്ടിയതായിരിക്കും. ഒരു കുട്ടി സ്കിറ്റ് മുട്ടിയുന്നുണ്ട് കേട്ടോ, അതിലോ കൊണ്ടേ കയറിയിട്ടേ. അല്ലല്ല, അത് സ്കിറ്റ് അല്ല, രാമുവിന്റെ തേങ്ങയായിരിക്കും. ഇത് രാവിലെ തുടങ്ങിയല്ലോ, എന്ത് പറ്റി? അത് 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 കൺഗ്രാജുലേഷൻ, വീണ്ടും അച്ഛനായിരിക്കുന്നല്ലേ? ഞാൻ വീണ്ടും അച്ഛനാകാൻ പോണ്. അത് സാഗർ. അപ്പൊ ഇത് ഹാഷിർ. അപ്പൊ വാഴ 2. ये बनाने ഒരു പൂത്തരമോ, ये बनाने ഒരു കാത്തരമോ, ये बनाने ഒരു പൂത്തരമോ, ये बनाने ഒരു കാത്തരമോ. ഡാൻസ് കളിക്കണം നിന്നെ. വാഴ 2 ഹിറ്റായതിന്റെ സന്തോഷം. ഒരു കാര്യം പറയട്ടെ, ഈ വാഴ ഇങ്ങനെയായി. എന്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞ ഈ വാഴ 2 ആണ്. അക്കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. വാഴ ഇങ്ങനെയാണെങ്കിൽ വാഴ 2 തൂക്കിയിരിക്കും. വെറും തൂക്കല്ല, കൊലത്തൂക്ക്. ശരിക്കും പറഞ്ഞ വാഴ 2-ല് നമ്മുടെ അശ്വതി ചേച്ചി ആയിരുന്നല്ലോ അശ്വന്റെ ഉമ്മയായിട്ട് അഭിനയിച്ച, വീണ്ടും ഇവിടെ തിരിച്ച്. അല്ല, സിനിമ തുടങ്ങുന്നത് അതെ. അശ്വതിയുടെ മുഖത്ത് Correct. വാഴ 2. 2 അതില് ഹാഷിറിന്റെ ഉമ്മയായിട്ട് അഭിനയിച്ചത് അശ്വതിയാണ്. അതിലും വലിയ സന്തോഷം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഈ കോടി ക്ലബ്ബ് ഇടയ്ക്കും മുറയ്ക്കും വന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കിനി അഭിമാനിച്ച് പറയാൻ ചേച്ചി, കോമഡി മാസ്റ്റേഴ്സിനുണ്ട് ഒരു 100 കോടി അല്ലേ? എന്റെ മനസ്സ് പറയുന്നു അശ്വതിക്ക് ഈ പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടും. ടെലിവിഷൻ അവാർഡല്ലേ ചേച്ചി? അല്ല, കൂടെ ഇതിന്റെ ഇടയില് സത്യം പറയാം, സീരിയസ്ലി. താങ്ക് യു, താങ്ക് യു. ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ. അത് ഭയങ്കര ഒരു വാക്കാണ്. പിന്നെ ഈ അവസരത്തിൽ എന്താണ് അശ്വതി ചേച്ചിക്ക് പറയാനുള്ളത്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു ഫിലിമിൽ അഖില് പറഞ്ഞ പോലെ സിനിമ കാണാൻ പോയിരുന്നപ്പോഴേ ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ ഒരു വാഴ വെട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെയാണ് കാണുന്നത്. എനിക്ക് ആ മൊമെന്റ് വരെ അറിയില്ല ആ ഫിലിമിൽ അവിടെ ഞാനാണ് വരുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞങ്ങൾക്ക് പ്രിവ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എല്ലാവരും തിയേറ്ററിലാണ് ആ സിനിമ കാണുന്നത്. ചേച്ചി അപ്പം ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ചേച്ചി. പിന്നെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ഞങ്ങളുടെ സ്റ്റോറിയാണ് പോകുന്നത് സിനിമയില്. അപ്പൊ ഫസ്റ്റ് ഷോട്ട് എന്നെ കാണിച്ചിട്ട് ആ ഫിലിം പൊട്ടിയില്ലല്ലോ. 100 കോടി. അപ്പൊ ഐശ്വര്യമുണ്ട്, അതൊക്കെ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്തോ എനിക്ക് അറിഞ്ഞൂടെ എന്തോ. ഒരു പേരൂടെ പറയണം, നമ്മളെ കണ്ണൻ ചേട്ടൻ, കണ്ണൻ സാഗർ. കണ്ണൻ ചേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നുണ്ട്, റിക്കവറായി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം അതും ഭയങ്കര സന്തോഷം. കണ്ണൻ ചേട്ടൻ നമ്മുടെ ഫ്ലോറിലെ ആളാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്റെ ഐശ്വര്യമാണ് ലേഡി. ഞാനാണ് ഇവളുടെ ആദ്യത്തെ നായകൻ. വേറൊരു കാര്യം വെച്ചാൽ മൊത്തത്തിലൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ ഈ സിനിമയിലും മെയിൻ ആയിട്ടുള്ള അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ആ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് മിമിക്രിക്കാരാണ്. അത് വാഴ 1 തൊട്ട് അങ്ങനെയാണല്ലോ. അതെ, പക്ഷെ നോബിച്ചേട്ടൻ അസീസൊക്കെ ഓൾറെഡി പടങ്ങൾ ചെയ്തു, അവര് ഫലിപ്പിച്ച് അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് വാഴ ചെയ്തത്. പക്ഷെ നമ്മൾ ആരും അങ്ങനെ അല്ല. ഇപ്പൊ ബിജുക്കുട്ടൻ ചേട്ടൻ മാത്രമാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി വിനോദ് കെടാമംഗലം വിനോദേട്ടനാണെങ്കിലും കണ്ണൻ ചേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ സെൽവൻ ചേട്ടനാണെങ്കിലും ഒക്കെ മിമിക്രിയിലെന്ന് വന്നിട്ട് ഒരു സിനിമയിൽ ഇത്രയും ഡെപ്ത് ഉള്ള ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിപിൻ ദാസ് സാറിനാണ് അതിന്റെ നന്ദി പറയേണ്ടത്. പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്ത് പുള്ളി അങ്ങനെ കാസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആർക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടൂലായിരുന്നു. പിന്നെ വിപിനാണ് എന്നെയും ഗുരുവായൂരമ്പലം അതാണ് ഒരു ജീവിതം മാറ്റി മറിക്കുന്നത്. സത്യം ഒരുപാട് പേരുടെ ലൈഫിൽ ഒരു ഒരു ചേഞ്ചിങ് ഒരു ഇത് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണെന്ന് തോന്നി. പുള്ളി മിമിക്രിക്കാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിമിക്രിക്കാരെ സ്നേഹിക്കുന്ന ഇപ്പോഴത്തെ ഇതിലൊരു
കാരണം എല്ലാരും പറയും മിമിക്രിക്കാർ സിനിമയിൽ വന്ന ഓവറാണ്. ഓവർ, അതെ അതെ സ്കിറ്റ് കളിച്ചിട്ട് പോകും. അതെ. ഈ പറഞ്ഞ മിമിക്രിക്കാരാണ് ഇപ്പൊ വാഴ 1 വാഴ 2 സൂപ്പർ ഹിറ്റ് ആയിട്ട് പടം ചെയ്തുകൊണ്ട്. ശരിയാണ് ചേട്ടാ, ശരിയാണ്. അത് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. കാരണം വിപിനാണ് ഇത്രയും എനിക്ക് തോന്നുന്നു മിമിക്രിക്കാർക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തിട്ടുള്ളത്, അല്ലേ? അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, പാലേരി മാണിക്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ 2-3 മെയിൻ ആർട്ടിസ്റ്റ് അല്ലാതെ ബാക്കി എല്ലാവരും തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. എല്ലാരും പുതുമുഖങ്ങളാ. പക്ഷെ ഒരാളും ഒരു ഡയലോഗ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു മാസത്തെ ഒരു എന്താ പറയാ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് പൊക്കൻ എല്ലാരും വന്നില്ലേ? എത്ര ആൾക്കാരാണ് അതിന്ന് കേറി വന്നത്. അപ്പൊ അതിന് അങ്ങനെ പറയണത് തന്നെ റോങ് ആണ്. ആർട്ടിസ്റ്റ് ആണ്. ഏത് മേഖലയിലാണെന്നല്ല പറയേണ്ടത്. ഇറ്റ്സ് നോട്ട് മിമിക്രി ആൻഡ് ഓൾ. നമുക്ക് മിമിക്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു ജോണറാണ് സിനിമയില്. പക്ഷെ എന്ത് റോള് ചെയ്താലും ഈ വേദിയിൽ കിട്ടണ അശ്വതിക്ക് ഓരോ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അതിന് സൂപ്പർബായി അശ്വതി ആയിട്ടല്ല ചെയ്യണത്. അതുകൊണ്ടാണ് അശ്വതി യു ഹാവ് എ റേഞ്ച്. ആൻഡ് ഇവിടെ നിങ്ങളെ എനിക്ക് തോന്നുന്നു ഏറ്റവും ജാസ്തി നന്നായി സെലക്ട് ചെയ്യുന്ന നമ്മുടെ ഡയറക്ടർ അനുജ്, പിന്നെ ലാലിന്റെ ഒരു സ്ക്രിപ്റ്റ്. ലാലുവിന്റെ സ്ക്രിപ്റ്റ് അസാധ്യം സ്ക്രിപ്റ്റാണ്. ഒരു ഹാഷിന്റെ പറ്റി വാക്ക് പറയണേ. ഹാഷോട് ഇത് ഹാഷറല്ല, ഇത് ബഷീർ. എന്തായാലും ഭയങ്കര നൈസ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ചേച്ചി പറഞ്ഞാൽ അവാർഡുകൾ ലഭിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും സിനിമകളും ലഭിക്കട്ടെ, ചെയ്തോണ്ടിരിക്കുന്ന സിനിമകളും ഹിറ്റ് ആവട്ടെ. അതാണ് പറയുന്നത്. ഓക്കെ. അല്ല, യുദ്ധം വീണ്ടും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണോ മുന്നോട്ട്? കോമഡി യുദ്ധത്തിന്റെ കാര്യമാണേ പറയുന്നത്. അപ്പൊ വടക്കേക്കരയും തെക്കേക്കരയും യുദ്ധം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി പെർഫോം ചെയ്യാൻ എത്തുന്നു. ഇനി പെർഫോം ചെയ്യുന്നത് നമ്മൾ തെക്കേക്കരയിൽ നിന്നാണ്. തെക്കേക്കര അനക്കയില്ലല്ലേ? നമ്മൾ തെക്കേക്കരക്കാർ പ്രൗഡ്ലി പ്രസൻസ് സജീവ് മുഖത്തല ആൻഡ് മനോജ് മണി. ഒരു മിനിറ്റ്, നമുക്ക് ചിരിക്കണമെങ്കിൽ ബാറ്ററി ഒക്കെ ചാർജ് കേട്ടണമെങ്കിൽ ആ ബാറ്ററി ഓൺ ചെയ്യണം. ബാറ്ററി ഓൺ ആണ് എന്നാ ശരിക്കും എല്ലാവരും റെഡി ആയിരിക്കും. ഇപ്പൊ കാണിച്ചു. അയ്യോ എന്റെ മക്കളെ, അച്ഛൻ നെഞ്ചത്ത് നിറങ്ങടാ. അയ്യോ അച്ഛന് ശ്വാസം മുട്ടാ. എന്റെ മക്കളെ കാലേ കയറല്ലടാ. ഇവിളി പുള്ളരെ ഏൽപ്പിച്ചിട്ട് എവിടെ പോയി? എടി അന്നെ. അയ്യോ എനിക്ക് വയ്യായേ. അയ്യോ സ്കൂൾ അടയ്ക്കേണ്ടിയില്ലായിരുന്നേ. എന്റെ നെഞ്ചിന്റെ ശ്വാസം മുട്ടുന്നേ. അയ്യോ ഇതാണ് ആരാടാ ഈ വെക്കേഷൻ കണ്ടുപിടിച്ചത്? ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ വെക്കേഷൻ തീരുന്നതിന് എന്റെ മക്കൾ എനിക്ക് കൊട്ടേഷൻ തരും. അയ്യോ ചിരി 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 ഏഷാ ചിരി. സ്കൂൾ അടയ്ക്കുമ്പോഴത്തേന് കൊച്ചു പിള്ളേരുടെ വീട്ടിലുള്ള അച്ഛന്മാരുടെ എല്ലാം ഗതി ഇത് തന്നെ കേട്ടോ. എന്നെ പറഞ്ഞ എന്റെ പൊന്നമ്മച്ചി ഇവിടെ ഇവിടെ പോയി. എടി അന്നേ എന്റെ ഭാര്യയുടെ ശബ്ദമാണ് കേട്ടത്. കെട്ടിക്കൊണ്ട് വന്നപ്പോൾ നല്ല കുയിൽനാഥമായിരുന്നു. എന്റെ പിള്ളേരോട് ഇങ്ങനെ ഒച്ച വെച്ച് അവസാനം അവളുടെ ശബ്ദം ഇപ്പൊ സാമിലിൽ തടിയിറക്കുന്ന ഒച്ചയാണ്. നിങ്ങൾക്ക് കേട്ടില്ലേ? ഒന്നുകൂടെ ഞാൻ വിളിക്കാം. എടി അന്നേ, എനിക്കല്ല് പൊട്ടിപ്പോവേ. എടി എന്റെ പൊന്നു ദൈവമേ, ഈ പിള്ളേർത്ത് അടങ്ങിയിരിക്കാൻ പറ. എന്തോ അവിടെ കിടന്ന് കലകലകലകലേ. എടി ഈ പിള്ളേർത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞത് എന്തൊരു ശല്യമാണ് ഇത്. അയ്യോ പണ്ട് നിങ്ങളൊന്ന് അടങ്ങി ഇരുന്നിരുന്നെങ്കിൽ ഈ പിള്ളേർ ശല്യം ഇപ്പൊ ഓടി അവിടുന്ന്. എടി നീ അതും പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ നീ? അതെങ്ങനെയാ? അവന്മാരെന്നെ പിടിച്ചിവിടെ കെട്ടിയിട്ടേക്കുമല്ലയോ? എന്തോ കുരുത്തക്കെട്ടാ. അതെ 3 ഞാൻ ചാക്കിനകത്ത് കെട്ടി വേറെ റബ്ബറും കാട്ടിൽ കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റബ്ബറും കാട്ടിൽ കൊണ്ട് കളയും ഞാൻ. ഞങ്ങൾ എടുത്തോളാം. ആരാടാ? അതെ, ഈ ചാക്കി കെട്ടി കളയാൻ കൊണ്ട് വെച്ച കുട്ടികളെവിടെ? എന്റെ പിള്ളേർ ആക്രി കുഞ്ഞുങ്ങളോ? അതല്ല, പിന്നെ ഞാൻ അവരെ കാണാനായിട്ട് വന്നതാ. ആഹാ, ഇതാര് നോക്കട്ടെ. സാർ എവിടെ നിന്ന് വരുവാ? ഞാൻ ട്യൂഷൻ സെന്ററിൽ നിന്ന് വരുവാ. കൊട്ട മീശാൻ പറ്റിട്ട് ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക പൊടിയും കേട്ടോ. പഠിച്ചോണ്ടിരിക്കുവല്ല, പിന്നെ സക്സസ് ട്യൂഷൻ സെന്ററിന്റെ പ്രിൻസിപ്പാളാണ്. പേര് അലക്സ് ബി എൻ. ലക്സ്ബിയനോ? ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇവിടെ എത്ര കുട്ടികളുണ്ട്? ഇവിടെ മൊത്തം 3 കുട്ടികളുണ്ട്. എല്ലാം സാറിന്റെ തന്നെ ആണോ? ഇല്ല, ഞാൻ ചാമ്പ്യൊന്ന് കുലുക്കി ഇടുവാ. എനിക്ക് വാടകയ്ക്ക് വെക്കാൻ പറ്റും. എല്ലാം എന്റെ കുട്ടികൾ തന്നെ ഇത്. അതല്ല, സാറിന്റെ 3 കുട്ടികളെയും എനിക്ക് തരികയാണെങ്കിൽ അവരെ ഞാൻ ഉയരങ്ങളിലേക്ക് എത്തിച്ച് നാളെയുടെ നല്ല പൗരന്മാരായിട്ട് വാർത്തെടുക്കും. അപ്പൊ ഈ വാർക്കാനുള്ള കമ്പിയും സിമെന്റും ഒക്കെ ഞങ്ങൾ മേളിൽ കൊണ്ടുവരണോ? അതെ സാർ അതൊക്കെ വെച്ച് വരുമോ? അതല്ല, ഞാൻ പറയുന്നത് അച്ഛന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആര്? അച്ഛന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു.
അച്ഛനാ അത് എന്റെ കുട്ടികളുടെ അച്ഛനല്ലേ? അതല്ല എന്റെ അണ്ണ കേട്ട് വരുന്നത് ഞാൻ എപ്പോഴാ നിന്റെ വീട്ടിൽ വന്നത്? അതല്ല, ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികളുടെ അച്ഛനല്ലേ? ആ ഞാനോ? ആ അയ്യോ ഉയരറിഞ്ഞു പോയി. അതെ, ഞങ്ങൾ ഈ ട്യൂഷൻ സാറുമാരൊക്കെ എവിടെ പോയാലും അങ്ങനെ. കാരണം ഞാൻ അച്ഛാന്ന് വിളിക്കൂ? അല്ല, അതല്ല, ഞങ്ങളുടെ ഒരു ശൈലിയാണത്. അല്ല, എനിക്ക് ഈ അച്ഛാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എന്റെ പേര് വിളിക്കുന്ന താല്പര്യം. ഓക്കേ. ഹലോ മിസ്റ്റർ മലയണ്ണാൻ. മലയണ്ണാനോ? അല്ല, ഇങ്ങോട്ട് വന്നപ്പാട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മലയണ്ണാൻ. ആണ്ടടാ, മലയണ്ണാനല്ല, എം.എ. ലാൽ ആൻഡ് അന്ന. അന്ന എന്റെ ഭാര്യയുടെ പേര്, എം.എ. ലാൽ എന്റെ പേര്. അല്ലാതെ മലയണ്ണാനല്ല, പറഞ്ഞ മനസ്സിലായോ? അതെ, ഈ കണ്ണാടി വെച്ച് വായിക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പമാ. ആ, വായിച്ചെങ്കിൽ അങ്ങ് പറന്ന് തെളിയനായിരുന്നു കണ്ണാടി വെച്ചിരുന്നെങ്കിൽ കേട്ടോ. അല്ല, ഈ ട്യൂഷൻ സെന്റർ പേരെന്താ പറഞ്ഞത്? സക്സസ് ട്യൂഷൻ സെന്റർ. നല്ല സൂപ്പർ സെന്റർ. എന്റെ 3 മക്കളെ അവിടെ തന്നെ പഠിപ്പിക്കും. ആ മരം അനുഭവിക്കണം. എന്തോടെ ഒറ്റയ്ക്ക് ഇന്ന് പിറുപിറുക്കുന്നേ? ഇല്ല, ഭയങ്കര കുരുത്തക്കേട്, അതുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഈ കുരുത്തക്കേടിനെ ഇങ്ങനെ കുറ്റം പറയരുത്. പിന്നെ ബുദ്ധിയുള്ള കുട്ടികൾക്ക് കുരുത്തക്കേട് ഉണ്ടാവും. കുരുത്തക്കേടുള്ള കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവും. എന്റെ ദൈവം, ഇത് ആദ്യത്തെ ഒരു അറിവാ. സാർ പ്ലീസ് കേട്ടോ, ഇരിക്കൂ. ഇരിക്കൂ സാർ, ഇരിക്കൂ. ഇത് എന്റെ രണ്ടാമത്തെ മോന്റെ ബുദ്ധിയാണ് കേട്ടോ. എന്നെ മറിച്ചിടാൻ വേണ്ടി ആശ്രാമിനെ അറുത്ത് വെച്ചിരുന്നതാ കേട്ടോ. എങ്ങനെയുണ്ട് രണ്ടാമത്തെ ബുദ്ധി? നല്ല ബുദ്ധി. ഇതുമാറി ഞാൻ പണ്ട് അയ്യോ ഇതും അവന്റെ ബുദ്ധിയാണോ? അവനെ വീഴ്ത്താൻ വേണ്ടി ഞാൻ അറുത്ത് വെച്ചിരുന്ന എന്റെ ബുദ്ധിയായി. നല്ല ബുദ്ധിയുള്ള ഫാമിലി. എല്ലാം പറ്റിയോ സാറേ? ഒന്നുമില്ല, ശരിയാവും. ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അല്ലേ, പോന്നിടത്തല്ല ഇങ്ങനെ വീഴുവാണോ ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യം. അല്ല, ഒന്നുമില്ല, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. എന്റെ പൊന്ന് സാറേ, ഇവരൊക്കെ ഇങ്ങനെ. പക്ഷെ എന്റെ മൂത്തവനോട് എന്ത് സ്നേഹമെന്നറിയോ? അവൻ എന്റെ അടുത്ത് ചോദിക്കുക, അച്ഛാ അച്ഛന് നല്ല നുണക്കുഴി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ത് ഗ്ലാമർ ആയിരുന്നു അറിയാവോ? അത് ശരിയാ, ഒരു 2 നുണക്കുഴി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു മോനെ അച്ഛൻ നുണക്കുഴിയൊന്നുമില്ല. അപ്പൊ പറഞ്ഞു, അയ്യോ വേണ്ടച്ചാ, ഞാൻ സെറ്റപ്പ് ചെയ്തൊരു അച്ഛന്ന് പറഞ്ഞു. ഞാൻ ഓടി തള്ളിക്കളഞ്ഞു. അയ്യോ, ഒരു കൊച്ചു കുഞ്ഞിന്റെ ആഗ്രഹമല്ലേ അച്ഛൻ 2 നുണക്കുഴി ഇട്ട് തന്നാൽ അവിടെ നിന്ന് കൊടുത്തുകൂടായിരുന്നോ? ഡ്രില്ലിംഗ് മെഷീൻ ഓൺ ചെയ്തോണ്ട് വരിക നുണക്കുഴി ഇടാനായിട്ട്. ഞാൻ നിന്ന് കൊടുക്കാം. ഇപ്പം അവസാനം എനിക്ക് ശവക്കുഴി തോണ്ടിയായിരുന്നു കേട്ടോ. അയ്യോ, പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഈ ആൺകുട്ടികൾക്ക് അല്പം സ്വല്പം കുരുത്തക്കേടൊക്കെ കാണും. പക്ഷെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ ഭയങ്കര സൈലന്റ് അല്ലേ? അതെ, എന്റെ മൂന്നാമത്തത് മോളാകട്ടെ. അതെ, അവളാണെങ്കിൽ ഈ പാചക കലയിലൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പെൺകുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ വേണം. സാറേ, ഒടിഞ്ഞെടുക്കുന്ന കസേര കണ്ടു? കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനകത്ത് പത്രം വായിച്ചു വന്നപ്പോൾ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ചൂടടിച്ചു. മേപ്പോട്ട് നോക്കിയപ്പോ എന്റെ മോള് തലയെ അലപ്പ് കൂട്ടി ചായ ഇടുക, വായിക്കാത്ത വിറവ് കൂടി. ഞാൻ ചോദിച്ചു, അതെന്തോ വായി വിറവുള്ളിരിക്കില്ലേ? അപ്പൊ പറഞ്ഞു, അച്ഛാ ഗ്യാസ് കിട്ടാനില്ലെന്ന്. ഗ്യാസ് കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവള് കണക്ഷനും കൊടുത്തേനായിരുന്നു. മനസ്സിലായോ? വിഷമിക്കണ്ട, ഈ കുരുത്തക്കേടുകളൊക്കെ മാറ്റാൻ സക്സസ് ട്യൂഷൻ സെന്റർ. അല്ല, സക്സസ് ട്യൂഷൻ സെന്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓഫറുകളുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. അല്ല, ഈ ഓഫർ എന്ന് പറഞ്ഞ സാർ കേൾക്കട്ടെ. അതായത് ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് സ്കൂളിൽ കഞ്ഞിയാണെന്ന് വെച്ചോ, അങ്ങനെങ്കിൽ ട്യൂഷൻ സെന്ററിൽ മന്തിയായിരിക്കും. അതങ്ങനെ ശരിയാവും? സ്കൂളിൽ നിന്ന് കഞ്ഞിയും കുടിച്ചിട്ട് ഇവിടെ നമ്മൾ ചമ്മന്തിക്ക് തമ്മിൽ താമസിക്കത്തില്ല. അയ്യേ, ചമ്മന്തി അല്ല, പിന്നെ മന്തി, കുഴിമന്തി. അത് നല്ല ഏർപ്പാടാ കേട്ടോ. അതായത് നിങ്ങൾ അഡ്മിഷൻ ഫീസായിട്ട് ഒരു 5000 രൂപ അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല വീക്ഷണം, നല്ല ശിക്ഷണം, നല്ല ഭക്ഷണം. ശരിക്ക് ക്ഷീണിക്കണം. ആര്? ഞാനേ. എന്തിന്? ഈ 5000 രൂപയ്ക്ക് 5 15,000 രൂപ അടയ്ക്കണ്ടേ? ശരിക്ക് ക്ഷീണിച്ചേ പറ്റുള്ളൂ. അത് വേണം. കുഴപ്പമില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് എനിക്ക് വലുത്. എനിക്കും അത് തന്നെയാണല്ലോ വലുത്. അതായത് ഇവിടുത്തെ കുട്ടികളുടെ ഈ പഠന നിലവാരമൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? വേറൊന്നും കൊണ്ടല്ല, എന്റെ മൂത്ത മോനെ കുറിച്ച് പൊക്കി പറയാന്ന് പറയുന്നത് ഒരു അച്ഛന്റെ അഹങ്കാരമാണെന്ന് തോന്നരുത്. എന്റെ മോന്റെ പ്രോഗ്രസ് കാർഡും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലൂടെ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അതെന്ത് പറ്റി? അപ്പോഴേ ട്രെയിൻ നിർത്തും. ട്രെയിൻ നിർത്തുവോ? പ്രോഗ്രസ് കാർഡ് മൊത്തം ചുമപ്പ് പറയാമോ? വിഷമിക്കേണ്ട, ചോപ്പ് വരെയൊക്കെ നമുക്ക് മാറ്റാം. അതിനല്ലേ സക്സസ് ട്യൂഷൻ സെന്റർ ഉള്ളത്. അവിടെ എന്തുമാത്രം ഓഫറുകളാ ഉള്ളത് മനസ്സിലായില്ല? അതായത് ആഴ്ച PTA മീറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പറ്റത്തില്ല, അച്ഛന്മാർക്ക് ആഴ്ച വന്നിരുന്നാൽ ഞങ്ങൾ ജോലിക്ക് പോണ്ടായോ? അവിടെയാണ് പ്രത്യേകത. ഒരു 2000 രൂപയും കൂടെ അധികം അടച്ചു കഴിഞ്ഞാൽ ഈ PTA മീറ്റിങ്ങിന് നിങ്ങൾക്ക് പകരം വേറെ അച്ഛനെ ഞങ്ങൾ അവിടെ കൊണ്ടിരുത്തും. നിങ്ങളുടെ കുട്ടിയുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് പറയും. ആ അച്ഛന്മാര് കരഞ്ഞു മെഴുകി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. നിങ്ങൾക്ക് വീട്ടിൽ ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ല, എത്ര അടക്കണം പറഞ്ഞു? 2000 രൂപ. എനിക്ക് പറഞ്ഞാ ഞാൻ 2000 രൂപ കൊടുത്ത് വേറെ അച്ഛനെ പിടിച്ച് അവിടെ സ്ഥാപിക്കണം. അതല്ലേ ഈ പറഞ്ഞു വരുന്നത്? അത് തന്നെ. കുഴപ്പമില്ല, 2000 വേണിയില്ല. എനിക്ക് എന്റെ കൊച്ചുങ്ങളെ പഠിത്തമാണ് വലുത്. എനിക്കും അത് തന്നെയാണ് വലുത്. വെരി ഗുഡ്. പിന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വെറൈറ്റി ഒരു ഓഫർ, ഒരു ട്യൂഷൻ സെന്ററും തരാത്തൊരു ഓഫറാണ് ഞാൻ ഇനി അങ്ങോട്ട് വെക്കാൻ പോകുന്നത്. അതെന്തോന്ന്? അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂത്ത മകന് കണക്കിൽ 50-ൽ 50 മാർക്ക് കിട്ടുന്നതായിട്ടൊന്ന് ചിന്തിച്ചേ. എത്ര? 50-ൽ 50. 50 മൂത്ത മോന്. ഇടയ്ക്ക് 4 എത്ര അച്ഛൻ 28 എന്ന് പറഞ്ഞവനാ 50 വായിക്കാൻ പോകുന്നു. അല്ല, അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. ഒരു കാര്യം ചെയ്യും, ചെറുക്കന്റെ മാർക്ക് ലിസ്റ്റ് ഇവിടെ ഉണ്ടോ? മാർക്ക് എതിന്? ഒന്ന് കാണിക്കും, ഞാൻ പറഞ്ഞു തരാം. കാണണം സാറേ, മൊത്തം മുട്ട പൂജയുവാ. പുറത്ത് പറയാൻ നാണക്കേടാ കേട്ടോ. അത് കുഴപ്പമില്ല.
ഇതിനാണ് സക്സസ് ട്യൂഷൻ നൽകുന്ന സ്പെഷ്യൽ ഓഫർ AI കണ്ണടകൾ. മനസ്സിലായില്ല. ഇത് വെക്കൂ. ഇനി ആ മാർക്ക് ലിസ്റ്റോട്ട് നോക്ക്. ഫുൾ A+, മുട്ട 0. ഫുൾ A+, മുട്ട 0. എങ്ങനെയുണ്ട്? സൂപ്പർ ഹിറ്റ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്ന കണ്ണടയാണ്. അപ്പൊ നിങ്ങൾക്ക് മാനസികമായിട്ട് യാതൊരു വിഷമവും വരത്തില്ല. എന്നാ ഈ കണ്ണട ഇട്ടിട്ട് എന്റെ ഭാര്യ ഒന്ന് നോക്കട്ടെ. ഈ എന്റെ ഭാര്യ ഒന്ന് നോക്കട്ടെ. എന്തിനാ അങ്ങനെ ഭാര്യ നോക്കുന്നത്? അല്ല, അവളും കണക്കാ, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. ആ കണക്ക് തെറ്റിക്കാനുള്ള കണ്ണാടി ഒന്നും ഇതുവരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നാളെ തന്നെ നിങ്ങൾ 50,000 രൂപ ഫീസ് കെട്ടി വെച്ച് പിള്ളേരെ അവിടെ ചെന്ന് ചേർത്തോ. അല്ല സാറേ, എന്തായാലും എന്റെ പിള്ളേരുടെ ഭാവിയാണല്ലോ എനിക്ക് വലുത്. എനിക്കും അത് തന്നെയാണല്ലോ വലുത്. അല്ല, ഈ 50,000 നാളെ മറ്റേ 2 ദിവസം നീട്ടി വെച്ച് തരാൻ പറ്റും. അത് നടക്കത്തില്ല. നാളെ തന്നെ 50,000 രൂപ കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്തേ പറ്റൂ. അല്ല സാർ, 2 ദിവസം നീട്ടി വെച്ചതായെന്ന്. അയ്യോ, നാളെ തന്നെ 50,000 രൂപ തരണമെന്ന്. സാർ നാളെ തന്നെ തരണം. സാർ ഇത്ര വാശി പിടിക്കുന്നതിന്? എനിക്ക് എന്റെ മക്കളുടെ ട്യൂഷൻ ഫീസ് അടക്കണ്ടേ? അപ്പൊ സാറിന്റെ മക്കൾ സാറിന്റെ ട്യൂഷൻ സെന്ററിലല്ലേ പഠിക്കുന്നത്? ഇല്ല, അവരെ ഊട്ടിയിലാ. പിന്നെ ഊട്ടിയിലല്ലേ ഇവിടുത്തെ എന്ത് വിദ്യാഭ്യാസം? ഊട്ടി എന്നൊക്കെ പറയുമ്പോ നല്ല 1-ാം തരം ഹൈടെക് വിദ്യാഭ്യാസമല്ലേ? അത് ശരി. എനിക്ക് എന്റെ മക്കളെ ഭാവിയാണല്ലോ വലുത്. അപ്പൊ കാശുള്ളവൻ ഊട്ടി, ഇല്ലാത്തവൻ വീട്ടി. അയ്യോ സാറേ, അതല്ല. ഇറങ്ങടാ പാട്ടി. വെക്കേഷന് പറ്റിയ ഒരു സ്കിറ്റ് അല്ലേ? പറ്റിയ സ്കിറ്റും ഇന്ന് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന പ്രശ്നവും വീട്ടിൽ നെഞ്ചത്ത് കയറിയിരുന്നായിരിക്കും ഇടിയിട്ടല്ലേ അച്ഛന്മാർക്കൊക്കെ. സ്കൂളടപ്പല്ലേ അത് പിള്ളേരുള്ള ഏക വ്യക്തി ഇവിടെ ഒന്നൊന്നിനും മെച്ചം. ചില സമയത്ത് അടി കൂടും, ചില സമയത്ത് ഇതേപോലെ സ്നേഹമില്ല. ഞാൻ കവലൂരിന്റെ വീട്ടിൽ ചെന്നപ്പോഴേ കവലൂരിന്റെ മൂത്ത മോള് ഐഫോൺ വേണോ എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐഫോൺ വേണം. ഞാൻ നോക്കിയപ്പോ കറക്റ്റ് ഇപ്പൊ ഇറങ്ങിയില്ലേ 17. അപ്പൊ അത് ഓറഞ്ച് കളറാണല്ലോ ട്രെൻഡ് ആയത്. ഒരു ഓറഞ്ച് കളർ ഫോൺ കൊണ്ടുവന്നു. ഞാൻ എടുത്തപ്പം ഒരു പേസ്പോർട്ട് പെട്ടിയില് കറക്റ്റ് ഐഫോൺ ഉണ്ടാക്കിയേക്കുന്നവള്. അവന്റെ ഈ ക്രാഫ്റ്റിന്റെ ഭയങ്കര ആളാണ്. അത് വരപ്പ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ശ്വേത ചേച്ചിയുടെ അവിടെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ വെക്കേഷൻ ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്? നോ പ്രോബ്ലം. സേഫ് ആണെന്നാണോ? മോള് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ പുറത്തത്തെ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യാൻ നിർബന്ധിക്കും. അത് മാത്രം എന്റെയും അവളുടെ ഇടയിൽ അടിയാണ്. പക്ഷെ ഞാൻ അവിടുന്ന് ഒന്ന് ഇറങ്ങിയാൽ വഷളാക്കാൻ വേണ്ടി ഒരു ഭർത്താവ് രക്ഷയില്ല. അപ്പൊ ഞാനും ശ്രീയും അപ്പോൾ വെക്കേഷൻ ടൈം ആകെ മൊത്തം ഒരു അടിപിടിയുള്ള ഒരു ഇതാണ്. എന്റെ ശ്രീന്റെ കൂടെ, ശ്രീന്റെ മോളുടെ കൂടെ, മോൾക്ക് എന്റെ കൂടെ, അങ്ങനെ ഒരു ഇത് നടന്നു. ത്രികോണ മത്സരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിലെ നിയമം എന്ന് വിളിച്ചാൽ ഗുഡ് വൺ. ഓക്കെ, ഇനി ഇവരുടെ സ്കിറ്റിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു അച്ഛൻ, പറ്റിയൊരു ട്യൂഷൻ സെന്റർ നടത്തുന്ന ഒരാള്. അതല്ല, എനിക്ക് സജീവന്റെ നൈറ്റ് ഇട്ടാണ് കൊതിയാവും. ആദ്യം വന്നപ്പോ അങ്ങനെ തോന്നിയായിരുന്നു. അതല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ നടക്കട്ടെ എന്നാണ്. കൊച്ചിലെ കണ്ട് ശീലിച്ചു പോയതുകൊണ്ട് ഞാൻ പാല നൈറ്റ് ഇട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, നോക്കാം. Alright, 17,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. യെസ്. ക്രെഡിറ്റ്. അപ്പൊ എല്ലാരും ആഗ്രഹിക്കുന്ന പോലെ നൈറ്റ് ഇട്ട് ഒരു വരുവാണെങ്കിൽ അല്ലെ, പക്ഷെ ബാറ്ററി ഒക്കെ ചാർജ് ഒന്നും കൂടെ കേറി ഇതിക്ക് മേലെ നമുക്ക് പിടിക്കാം. പിന്നെന്താ? എന്ത് പറയുന്നു? അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അങ്ങനെ തെക്കേക്കര വടക്കേക്കര ടീമിന്റെ ആ യുദ്ധം, കോമഡി യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഹങ്കാരമുണ്ട് എല്ലാവരും. വടക്കേക്കര പറ. അതെ, ഇവരുടെ അഹങ്കാരം തച്ചുടയ്ക്കാൻ വേണ്ടി നമുക്കൊരു വെറൈറ്റി പെർഫോമൻസ് ഇറങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ ആങ്കറിംഗിൽ നിങ്ങൾ ആരെങ്കിലും തോപ്പിക്കുന്ന ഒരാളെ അത് നിങ്ങൾക്ക് പറ്റുമോ ചേട്ടാ? നമുക്കേ ഈ മിമിക്രി രംഗത്തുനിന്ന് ഇവരുടെ വായടപ്പിക്കാൻ കഴിവുള്ള ആരെങ്കിലും കിട്ടുമോ? കിട്ടുമെന്നാ? നിങ്ങളല്ലേ? നിങ്ങളല്ല, ഞാനല്ല, ഞാൻ ജഡ്ജല്ലേ ഇപ്പൊ. അതായത് മലയാള മിമിക്രി ലോകത്ത് നിന്ന് സിനിമയിലേക്ക് പോയി കട്ടപ്പന, ഋത്തിക് റോഷൻ, അമർ അക്ബർ, അന്തോണി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് പിന്നെ അദ്ദേഹം ബിബിൻ ജോർജ് അല്ല, എന്റെ ഫ്ലോ കളയല്ലേ. അതിനുശേഷം അദ്ദേഹം UK പോയി. ഇവിടെ പോയി ഉച്ചക്കടയിലല്ല, UK, യുണൈറ്റഡ് കിങ്ഡം. ഉച്ചക്കടയിൽ പോയി അദ്ദേഹം ജോലി ജീവിച്ചതിന്റെ ഭാഗമായി പെട്ടെന്ന് കോമഡി മാസ്റ്റേഴ്സിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഫോർമാറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, അപ്പൊ ഒന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് എടുത്ത് ഇത്രയും ഫ്ലൈറ്റിന്റെ റേറ്റ് ഫ്ലൈറ്റ് എടുത്ത് പുള്ളി നാട്ടിൽ വന്ന് കോമഡി മാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സംസാരിക്കേണ്ടി വരുമോ? പുള്ളിക്ക് മലയാളം അറിയാം. ട്രംപിന്റെ സൗണ്ട് എടുക്കുമായിരിക്കും. UK എവിടെ മാച്ചുകളാ മൊത്തം മാച്ചുകളാ. പ്ലീസ് വെൽക്കം കലാഭവൻ ദിലീപ്. ഹലോ, ഹായ് ദിലീപേട്ടാ.
ഹായ് നമസ്കാരം. കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. വെൽക്കം ബാക്ക് ടു അല്ലേ? അതെ, Welcome വെൽക്കം ബാക്ക് ടു. അമൃതയുടെ ഫ്ലോറിൽ ഒരു 4 വർഷം ശേഷമാണ് വരുന്നത് അല്ലേ? 4 വർഷത്തിന് ശേഷം ആദ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് എലീനയോടൊപ്പം ഉണ്ടായിരുന്നു ആ ഷോയിൽ, അമൃത TV തന്നെ. പിന്നെ നമ്മുടെ പിഷാജിയുടെ ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും യൂട്യൂബിൽ ഇപ്പൊ എന്റെ പേരടിക്കുമ്പോ ആദ്യം വരുന്ന എലീനയുടെ ഷോ തന്നെയാണ്. ഇതിപ്പോ നമ്മൾ ഇറക്കിയിട്ട് ഒരുമാതിരി അവര് കൊണ്ടുപോയല്ലോ. അങ്ങനെയില്ല അല്ലേ, നമുക്ക് പേര് പറഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞ UK പോണതിന് മുമ്പുള്ള കലാമണി പുരസ്കാരം എനിക്കും ശ്രീവിദ്യക്കും അഖിലിനോട് ഒരുമിച്ചായിരുന്നു മേടിച്ചത്. അതെ അതെ, ഞാൻ ഓർക്കുന്നുണ്ട്. ചോദിച്ചോട്ടാ ട്രംപിന്റെ ഫിഗർ ചെയ്യുന്നു. അതെ, ഫിഗർ ചെയ്താൽ മതിയോ? സൗണ്ട് വരണം. സൗണ്ട് ചെയ്യാം, കുഴപ്പമില്ല. സൗണ്ട് അപ്പൊ ചെയ്യാൻ ദിലീപേട്ടാ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇറക്കിക്കോ. തീർച്ചയായും ഇതെന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ്. അതിന് അമൃത TVയോടും ഒപ്പം നിങ്ങളെല്ലാവരോടും കോമഡി മാസ്റ്റേഴ്സിനോടും ഏറ്റവും ഉപരി എൻ്റെ പൊന്നിന്റെ നാദൃഷ്കയോടുള്ള നന്ദി ഞാൻ പറയുകയാണ്. കാരണം സിനിമയിൽ 15ഓളം സിനിമകൾ ചെയ്തു. നാഷിക്കയുടെ ഓൾമോസ്റ്റ് എല്ലാ സിനിമയും തന്നെ ചെയ്യാൻ പറ്റി. അപ്പൊ അമ്മയുടെ മെമ്പർഷിപ്പ് ഉണ്ടോ? ഇപ്പൊ തന്നെ വായിച്ചോ. തീർച്ചയായിട്ടും മേഡത്തോടും എനിക്കൊരു കടപ്പാടുണ്ട്. പണ്ടത്തെ ഒരു ചാനലിൽ ഒരു ഷോയിലെ സ്പെഷ്യൽ എപ്പിസോഡ് വന്നപ്പോ എനിക്കൊരു കെട്ടിപ്പിടുത്തം തരാനുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അടുത്ത നാളെ കെട്ടിപ്പിടിച്ച്. ഇനി അടുത്ത അമ്മ മെമ്പർഷിപ്പ് കഴിഞ്ഞ് കിട്ടാം. നാക്ക് പൊന്നാവട്ടെ. അപ്പോ ഞാൻ ചെറിയൊരു സ്പോട്ട് ഡബിലേക്ക് കിടക്കാം. സ്പോട്ട് ഡബ്ബാണ് ചെയ്യുന്നത്. ആദ്യം ഒരു സ്പോട്ട് ഡബ്, അത് കഴിഞ്ഞ് കാണാം. ഇഷ്ടംപോലെ പരിപാടിയുണ്ട്, ഒരുപാടുണ്ട്. ഒന്നിനും തുടങ്ങാം. തുടങ്ങാം. കൊള്ളാം, ഇവനാള് കൊള്ളാം. എന്താ പേര്? അതിനിടയിൽ അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ പിള്ളച്ച, പിള്ളേര് കണി കാണിച്ചത് കിട്ടും. എന്താ കാണിച്ചത്? കാണിച്ചുതരാ. അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടാ? വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേട്ട സന്ധ്യത് വേട്ട, കുട്ടിയതാകാലോ. താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത്. വേഗം മറുപടി, എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. അതാ പറഞ്ഞവന്റെ അവന്റെ തന്തയുടെ പറഞ്ഞത് 16 തന്തയ്ക്ക് ഉണ്ടാവട്ടെ. എന്റെ പറ്റും വീടും ഇതുപോലെ ധാരികളൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒരു കാര്യം പഠിച്ചത്, ഞാൻ കുടുംബത്തിൽ പെടുന്ന എനിക്ക് സംസ്കാരമുള്ള എന്റെ വായുന്നൊരു മോശം വർത്താനം വീഴിയല്ല. പിന്നെ ഇതൊരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു പെണ്ണിനെ കള്ളിപ്പട്ടെ തക്കപ്പെട്ടേന്ന് വിളിച്ചെന്ന് വെച്ചു. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ജീവിച്ചിരുന്നപ്പോ നിങ്ങൾ നൽകിയ സ്നേഹം മരിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് നിങ്ങൾ തരുന്നുവെന്ന് കാണുമ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടല്ല ജീവിച്ചത്, പക്ഷേ എൻ്റെ അടുത്ത് വരുന്ന ഓരോ ആളുകൾക്കും എന്നിൽ പറ്റാവുന്ന ഒരു സഹായം ഞാൻ ചെയ്തിരിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മകനെയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്നും ഈ കുഞ്ഞുണ്ടാവും, നിങ്ങളുടെ പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞായിട്ട്. എന്നും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആവട്ടെ. നിങ്ങളുടെ സ്നേഹം ഇനിയും എനിക്കുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയോടെ നിർത്തുന്നു. കുറച്ച് മീനാ ചന്തമെടുത്തി വരാല് ഉടമ്പിലിട്ട് വെച്ചാ മതി, കാലക്കും. കാലിന്ന് പിടിച്ചതായിരിക്കും അല്ലേടാ? അല്ല, കക്കൂസിന്ന് ചൂണ്ടിയിട്ട് പിടിച്ചതാ. അച്ഛാ, എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? 1-2 കൊള്ളാം. ഇത്രയും സൗകര്യമുള്ള മുറിയെ കിട്ടിയുള്ള വല്ല വാർഡിലെങ്ങാനും കിടന്നാ പോരായിരുന്ന? ഇവിടെയാകുമ്പോ TV ഉണ്ടല്ലോ. ഇന്നാണ് നോമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിന്റെ അച്ഛൻ അഖിൽ കവലിയൂരാണോ കുട്ടിയകിലാണോ ഇന്നറിയാം. ഇതാണോ ദീപ്തി? എല്ലാം റെഡിയല്ലേ? റെഡിയാണ് സാർ. നേരെ മെഡിക്കലിൽ കൊണ്ടുപോവാ. അവിടെ നേരെ മേജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക്. റിമാൻഡ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തേക്ക്. ജയിലിലെ മീൽ ടൈം കഴിഞ്ഞാണ്. ഓക്കെ സാർ. എടാ കൊച്ചനെ, ജയിലിലെ ശാപ്പാടൊക്കെ കുറെ ഉണ്ടതാടാ. പണ്ട് ഉണ്ടയായിരുന്ന കാലം തൊട്ടുള്ള വഴക്ക, നീ അത് കാണാ. വച്ച് വൈപ്പിക്കാതെ വിളിച്ചോണ്ട് പോടും സാർ. ഹലോ, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ പോലിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? 307 താഴെയാണോ 290 IPC. എനിക്കിവിടെ വലിക്കാം.
ഞാൻ ആക്ച്വലി ഞാൻ പെട്ടെന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ് എല്ലാവരും എന്നോട് പറയുന്നത് ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ആണോ അതോ ചാനൽ അവതാരകനാണോ എന്നൊക്കെ. പക്ഷേ ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ഡബ് ചെയ്യുന്നുണ്ട്. മല്ലു സിംഗിൽ ഡബ് ചെയ്തപ്പോഴാണ് ഉണ്ണിമൂന്നിന് വേണ്ടി പല ആളുകളും എന്നെ ശ്രദ്ധിക്കുന്നത്. നമുക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് ചേർത്ത് വിളിക്കുന്ന അഭിമാനം. തൂ മുझे बुला सकता है മല്ലു സിംഗ്. എനിക്ക് വേറെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രതിനിർവഹത്തിൽ ശ്വേത ചേച്ചി അഭിനയിച്ച സീനുണ്ടല്ലോ, ഈ ശ്വേത ചേച്ചിക്ക് പപ്പുവായിട്ട് കിട്ടിയ നടൻ നമ്മളുടെ PC ജോർജ് സാറിനൊരു ആഗ്രഹമുണ്ട് ശ്വേത ചേച്ചിയോടൊപ്പം പപ്പുവായിട്ടൊന്ന് ചെയ്യണമെന്ന്. അപ്പോൾ അത് അദ്ദേഹമായിരുന്നെങ്കിൽ ഒന്ന് നോക്കാം. എന്റെ പൊന്നു ശ്വേത കൊച്ചേ, ഞാനേ ഒരുപാട് നാള് ഭസ്മൊക്കെ തൂക്കിയത് വശീകരിക്കാൻ വേണ്ടി നടന്നതാ. പക്ഷെ എന്റെ കാര്യം എന്നറിയൂ, കൊച്ചിനെ കണ്ടപ്പോ തൊട്ട് കല്യാണം കഴിക്കണതായിരുന്നു എന്റെ ആഗ്രഹം. കൊച്ചു പെട്ടെന്നൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. ഇനിയിപ്പോ രണ്ടാമതൊരു കല്യാണം ആലോചിക്കാന്ന് വെച്ചാ ഷോൺ ജോർജ് സംഭവിക്കുക. കാരണം അവര് പാലായിൽ കിട്ടാവുന്ന വോട്ട് ഞാൻ കാരണം പോയി എന്നാ പറയുന്നത്. ഇനി ഈ പേരൂടെ കൂടി ശ്വേതയുടെ ആരാധകർ അവർ വോട്ട് ചെയ്തില്ലെങ്കിൽ അതും തോറ്റു പോകും. എനിക്ക് വീട്ടിൽ ചെല്ലാനുള്ള. അതുകൊണ്ട് കൊച്ചേ എന്തെങ്കിലും നിർത്തിയുണ്ടെങ്കിൽ അടുത്ത ചെറുപ്പത്തിൽ നമുക്ക് കാണാം. അങ്കിൾ ഷോൺ വരെ ഓക്കെ ആയിരുന്നു, പക്ഷെ അങ്കിളുടെ പേര് പറഞ്ഞപ്പോഴെന്നെ എന്റെ രതിനിർവ്വതം അവിടെ പോയി. പക്ഷെ ഇതുവരെ ചിന്തിക്കാത്തൊരു തീരെ ഞാൻ ഇന്ന് വരെ കേൾക്കാത്തൊരിതാണ് PC ജോർജ് പപ്പുവായിട്ട്. പപ്പുവായിട്ടേ PC ജോർജ് സാറിനെ നമ്മൾ കേട്ടല്ലോ. ഇതുപോലെ വേറെ കുറെ പേര് പപ്പുവായിട്ട് വന്നാ കൊള്ളാം എന്ന് അല്ലെ കേട്ടാ കൊള്ളാം. വേറെ സൗണ്ടുകൾ ഉണ്ടാവും ഇല്ലേ? നിനക്ക് കുറച്ച് ജാസ്തി എനിക്ക് തോന്നുന്നു വിനയ് ഫോർട്ട്. വിനയ് ചേട്ടനാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ചേട്ടൻ പപ്പുവിന് പറ്റിയ ആളാണ് അല്ലേ? അതെങ്ങനെ ഉണ്ടാവും നോക്കാൻ തിരിവേട്ടാ. ശ്രമിച്ചു നോക്കാം. എന്താ പൊന്നത് ചേച്ചി, എന്റെ കാലം ചേച്ചിക്കൊപ്പാണ്. ആ വിളിയൊന്ന് കേൾക്കാൻ തെറ്റ് ചെയ്യാത്തവരാരുമില്ല പപ്പു. ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ ജീവിതം ധന്യമായി ചേച്ചി, എന്റെ ജീവിതം ധന്യമായി. അജു വർഗീസ് നല്ല ഓപ്ഷൻ ആയിരിക്കും. എന്റെ പൊന്നി രതി ചേച്ചി, ഒരു 100 വട്ടം ഞാൻ പറഞ്ഞു എന്റെ ജീവിതം എന്ന് പറഞ്ഞ ആ പപ്പു എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിട്ട്. എന്റെ പൊന്നി ചേച്ചി, ചേച്ചി ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഇത് ആരുടെ കേൾക്കാൻ പറ്റും? അടുത്ത ആരുണ്ട്? ക്യാപ്റ്റൻ രാജു അങ്കിൾ. ക്യാപ്റ്റൻ രാജു പപ്പുവായിട്ട്. അയ്യോ, എന്റെ പൊന്നുപോലെ രതി, നിനക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഈ നാടും നാട്ടുകാർ ആരൊക്കെ എതിർത്താലും ഈ സർക്കസും കൂടാരവും നിന്റെ പേരിൽ എഴുതി തന്നേക്കാം. ആ പപ്പു എന്നും എന്നെ വിളിക്കാൻ പറ്റുമോ? അത് മതി എനിക്ക്. ഇനി മുതൽ ഞാൻ ക്യാപ്റ്റൻ രാജു അല്ല, ക്യാപ്റ്റൻ പപ്പുവാ. പക്ഷെ നല്ല വോയിസ്, നല്ല പേഴ്സണാലിറ്റി, നല്ല വോയിസ്. ആൻഡ് യുനോ യുവർ ചോയ്സസ് എല്ലാം ഭയങ്കര പുതുമ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ രതി നിർവേദം, അതാണ് ഇന്നത്തെ ഞാൻ ആ ഷോക്കിലാണ് ജോർജ് അങ്കിളിനെ പറ്റി. ഒരുപാട് സന്തോഷം, കാരണം പ്രവാസ ജീവിതത്തിനിടയിലും കല കൊണ്ടു കിടക്കുന്നതിലും അവിടെ ഒരുപാട് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും മനസ്സ് നിറഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് മനസ്സ് പറഞ്ഞു. കാരണം ഈ ഫ്ലോറിൽ നിന്നൊക്കെ പോയ ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ഈ ഫ്ലോറിലെ TV ഈ പ്രോഗ്രാം കാണുമ്പോൾ വീണ്ടും വരാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഇവിടുന്ന് തന്നെ കിട്ടിയ ഒരു പ്രചോദനം തന്നെയാണ്. പിന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും തന്നെ ഇപ്പോൾ ഇന്ന് നല്ല രീതിയിൽ എത്തിയിരിക്കുന്നു, സിനിമയിൽ എത്തിയിരിക്കുന്നു, തിരക്കുള്ള ആളുകളാവുന്നു. ഒരുപാട് സന്തോഷം. നമുക്ക് അതിലൊക്കെ അഭിമാനിക്കാം. വീണ്ടും തിരിച്ചു വരിക, ഇതുപോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഇവിടെ വരിക, പെർഫോം ചെയ്യുക, വീണ്ടും പറക്കുക. തീർച്ചയായിട്ടും എപ്പോൾ അവസരം കിട്ടിക്കഴിഞ്ഞാലും വന്നിരിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അവിടെയുള്ള എല്ലാ മലയാളീസിനോടും നമ്മുടെ അന്വേഷണം പറയണം. ഓക്കെ, എവിടെ പോയി ആവേശം? സ്കിറ്റൊക്കെ കഴിഞ്ഞപ്പോ എല്ലാരും മറ്റേ സേഫ് സോൺ. ഇനി അതൊന്നും ഇല്ലല്ലോ, ഇനി ആരെ ഇറക്കണ്ടല്ലോ എന്നുള്ള രീതി. എന്തെന്ന് പറഞ്ഞാലും പരസ്പരം നമ്മൾ മത്സരിക്കും, അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ തമ്മിലെല്ലാം സുഹൃത്തുക്കളല്ലേ. നമ്മൾ നാളെ കാണണ്ടേ. അങ്ങനെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു പെർഫോമൻസ് ആയാലോ? എങ്കിൽ പെർഫോം ചെയ്യാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭദ്ര സ്കൂൾ ഓഫ് ആർട്ട്.
പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? ഇതൊരു കോർഡിനേഷൻ ആയിരുന്നു, അടിപൊളി. ഈ പാട്ടൊരു സംഭവം ഈ തെമ്മ തെമ്മ ഇത് ഭയങ്കര ഓളമാണ്. അതെ ഇത് എങ്ങനത്തെ സ്റ്റൈലിലൊക്കെ കളിച്ചാലും ഈ പാട്ടിന്റെ ഓറയുണ്ട്, ഓറ. അതെ, ആ ഓറ. അല്ല, അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ പറയാ കുറേ ഈ മ്യൂസിക് ഉണ്ടല്ലോ സ്റ്റേജ് ഷോസിന് വേണ്ടി, കുറേ ഷോസ് ഞാൻ ഈ ഡാൻസിൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്തത് ഞാൻ 7th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഹിറ്റാണ്, ഇപ്പോഴും ഹിറ്റാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹിറ്റായ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് വേദിയിൽ വന്ന് ഈ ഹിറ്റ് പെർഫോമൻസ് എന്ന് ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് വേദ ചേച്ചി, ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് കടക്കണം. അതായത് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. ആരൊക്കെയാണ്? ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് രണ്ടും ഇവർക്കാണ് പോകുന്നത് ദ ഭദ്ര സ്കൂൾ ഓഫ് ആർട്സിന്. സൂപ്പർ. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ് ഭദ്ര സ്കൂൾ ഓഫ് ആർട്സ് മലപ്പുറം. കഴിഞ്ഞിട്ടില്ല, അതോടൊപ്പം തന്നെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റും നേടിയിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഈ ഒരു എനർജറ്റിക് പെർഫോമൻസുമായിട്ട് ഇനിയും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണം. നാട്ടിലെല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം കാര്യങ്ങളൊക്കെ പറയണം. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്. ചേച്ചി, എന്താണ് ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്? ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.